മുൻ മദ്രാസ് അധിപൻ കുര്യാക്കോസ് മാർ ക്ലിമിസ് പാർത്തിയാർക്ക സെന്ററിലെ 7-ാം നമ്പർ മുറിയിലെത്തിയ ഗുണ്ടകൾ തന്നെയും ഒപ്പമുണ്ടായിരുന്ന ഷമാഷന്മാരെയും കൊല്ലാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ഇന്ത്യ വിഷനോട് വെളിപ്പെടുത്തി. പാർത്തിയാർക്ക സെന്ററിലുള്ള താമസവും എന്നെ വളരെ മനോവേദനപ്പെടുത്തി. അവിടെയുള്ള താമസം ഞാൻ ആരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് അവരെ അവിടെ പറഞ്ഞയച്ച് 7-ാം നമ്പർ റൂമിൽ താമസിച്ചവരെ ഭീഷണികൾ അനേകം ഉയർത്തിയിട്ടുണ്ട്. ജീവന് തന്നെ ഭീഷണിയായി വന്ന അവസ്ഥകളും വന്നുയർന്നിട്ടുണ്ട്. അത് പിന്നീട് വെളിപ്പെടുത്തിക്കൊള്ളാം. അതിന് ശേഷം ഇടുക്കി കട്ടപ്പന മൗണ്ട് താബോർ അരമനയിൽ താമസിച്ചു വരവെ ഗുണ്ടകളെ അയച്ച് ബലഹീനായ എന്നെയും എൻ്റെ കൂടെയുള്ള ഷമാഷന്മാരെയും ഡ്രൈവറെയും ഉപദ്രവിക്കുകയും വധിക്കുവാൻ തക്കവിധം ഉള്ള വലിയ ആലോചനയുടെ ഭാഗമായി ഇന്നലെ അത് നിവർത്തിക്കുകയും ചെയ്തത് വളരെ വേദനാജനകമാണ്. ഒരു സഭ എന്ന നിലയ്ക്ക് ഇത് ആക്ഷേപകരമാണ്. ഇത് പുറം ലോകത്തോട് വെളിപ്പെടുത്തുവാനായിട്ട് വളരെ വിഷമമുണ്ട്. എന്നാൽ പത്രത്തിൽ വന്നു ചേർന്ന അവസ്ഥയിൽ ജനത്തോട് ഈ കാര്യം അറിയിക്കുവാൻ തക്കവണ്ണമാകുന്നു ഈ സമയം വിനിയോഗിക്കുന്നത്. സഭയിലെ 2 കന്യാസ്ത്രീകളുമായി ബന്ധപ്പെടുത്തി തന്നെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുവെന്നും ബിഷപ്പ് വെളിപ്പെടുത്തി. ഒരു കാരണവുമില്ലാതെ സഭയിൽ നിന്ന് ഇവരെ പുറത്താക്കിയപ്പോൾ താൻ സംരക്ഷണം കൊടുത്തത് ശ്രേഷ്ഠ കത്തോലിക്ക ബാവയെ അലോസരപ്പെടുത്തിയെന്നും ബിഷപ്പ് പറഞ്ഞു. എന്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം സ്ത്രീകളെ സംബന്ധിച്ചാണ്. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്ക ബാവ ഡോക്ടർ ബസേലിയോസ് തോമസ് മോൻ ബാവ 2 പേരെ 2011 മെയ് മാസം 1-ാം തീയതി ഉടുപ്പ് നൽകി കന്യാസ്ത്രീകളാക്കി ഇടുക്കി ഭദ്രാസനത്തിന് വേണ്ടി അവരെ പുത്തൻകുരിശ് കോൺവെന്റിൽ താമസിപ്പിച്ചു വന്നു. 3 മാസത്തിന് ശേഷം എന്ത് കാരണമെന്നറിയാതെ അവർ വീട്ടിലേക്ക് അയക്കപ്പെട്ടു. അവർ അനാഥരായി പല സ്ഥലത്തും അലഞ്ഞു. അതറിഞ്ഞപ്പോൾ അവരെ റിട്രീറ്റ് സെന്ററിലേക്ക് അയക്കുവാനായിട്ട് ബലഹീനന് ഞാൻ നിർബന്ധിതനായി. ആർക്കും അതിവ് തോന്നുന്ന അവരുടെ ആ ജീവിതത്തിന്റെ അനുഭവം കണ്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ശ്രേഷ്ഠ ബാവ തിരുമേനിയെ അപ്രീതിപ്പെടുത്തുകയും അദ്ദേഹം തുടർന്ന് പറഞ്ഞത് ഞാൻ അവരോട് അശുദ്ധമായ ബന്ധത്തിൽ ജീവിക്കുന്നു എന്നാണ്. ഇത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. അശുദ്ധമായ ബന്ധത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ ഏതെല്ലാം മാർഗങ്ങളെല്ലാം സ്വീകരിക്കാമെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ പരിശുദ്ധമായൊരു ശുശ്രൂഷയിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ഈ കുപ്പായം എന്തിന് ഇട്ട് ആ അപ്രകാരമുള്ള ജീവിതത്തിൽ ആയിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കന്യക വ്രതമെടുത്ത് അവരെ പരീക്ഷിക്കുവാൻ തക്കവിധം വ്രതം എടുത്തിരിക്കുന്ന ബലഹീനായ എന്നെ സംബന്ധിച്ചിടത്തോളം അനേകം മെത്രാപ്പൊലീത്തമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ദാരുണമായ അനുഭവമാണ്. സഭയുടെ പല ആവശ്യങ്ങൾക്കുമായി തന്നിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നും കുര്യാക്കോസ് മാർ ക്ലിമിസ് വെളിപ്പെടുത്തുന്നു. ബലഹീന ഞാൻ 10 വർഷക്കാലം വൈദികനായിരുന്നു. അതിൻ്റെ ശേഷം എൻ്റെ കുടുംബക്കാരൻ കൂടിയായ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്തു വരുന്ന തമ്പൂത്തുകലൻ എന്നെ വിളിച്ച് അറിയിക്കുകയും മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് അന്ന് അപ്രകാരം ചിന്തിച്ചിട്ടില്ലാതിരുന്ന അവസ്ഥയിൽ കടന്നു വന്ന് മുന്നോട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. അതിനിടെ എന്നോട് 3 കോടി രൂപ ആവശ്യപ്പെടുകയും അത് നൽകി ശുശ്രൂഷ ചെയ്യുവാനിരിക്കുന്ന ഇടുക്കി ഭദ്രാസനത്തിന് വേണ്ടി വ്യയം ചെയ്യേണ്ടക്ക വിധം ഇടയായി തീരട്ടെ എന്ന് അപ്രകാരം നിഷ്കർഷിക്കുകയും ചെയ്തു. എന്നാൽ ആ തുക മുഴുവനായി നൽകുന്നതിന് സഭാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല.
ഇടുക്കി മുൻ ഭദ്രാസന അധിപൻ കുര്യാക്കോസ് മാർ ക്ലീമിസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് യാക്കോബായ സുറിയാനി സഭ. അദ്ദേഹം വരുത്തിവെച്ച ഭീമമായ കടബാധ്യതയും അദ്ദേഹത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണവും മൂലം ഇടുക്കി ഭദ്രാസനാധിപന്റെ ചുമതലയിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തേണ്ടി വന്നതാണ്. ഇക്കാര്യത്തിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നാളെ സഭയുടെ എപ്പിസ്കോപ്പൽ സിനഹദോസും സഭാ വർക്കിംഗ് കമ്മിറ്റിയും പുത്തൻകുരിശി പാത്രിയാർക്കീസ് സെന്ററിൽ ചേരുമെന്ന് ശ്രേഷ്ഠ കത്തോലിക്ക ബസിലിയോസ് തോമസ് പ്രഥമൻ ബാവ കൊച്ചിയിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇടുക്കി മുൻ ഭദ്രാസന അധിപൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് വെളിപ്പെടുത്തിയ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MK ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഇടുക്കിയുടെ മുൻ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് സഭയ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് അയച്ചുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വധിക്കാൻ വരെ സഭ ശ്രമിച്ചുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? യാക്കോബായ സുറിയാനി സഭാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇടുക്കി ഭദ്രാസനാധിപനായിരുന്ന എബ്രഹാം കുര്യാക്കോസ് മാർ ക്ലീമിസ് ഉയർത്തിയിരിക്കുന്നത്. താൻ സഭയിൽ മെത്രാപ്പോലിത്തയായത് സഭാ സെക്രട്ടറിക്കും സഭാ സമിതിക്കും 30 കോടി രൂപയോളം നൽകിയിട്ടാണ്. ഇത് ഭദ്രാസനത്തിന്റെ ചിലവുകൾക്കായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ സഭ ഈ തുക തനിക്ക് നൽകാൻ തയ്യാറാവുന്നില്ല. അതുകൂടാതെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഭദ്രാസനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി താൻ പലരിൽ നിന്നായി വലുതും ചെറുതുമായി 48 ലക്ഷം രൂപയോളം കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബാധ്യത തീർക്കുന്നതിനും സഭ തയ്യാറാകുന്നില്ല. അതിനു പകരം തന്റെ പേരിലുള്ള 12 കോടിയോളം മൂല്യം വരുന്ന സ്വത്ത് സഭയിലേക്ക് എഴുതിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെടെ ഉയർത്തി തനിക്കെതിരെ വലിയ നീക്കമാണ് സഭയിൽ നിന്ന് ഉണ്ടാകുന്നത്. തനിക്കെതിരെ പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ആരോപണങ്ങൾ ഉയർത്തി ഇടയ്ക്ക് തന്നെ കുറെ കാലം സഭയുടെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി പുത്തൻകുരിശിലുള്ള പാത്രിയാർക്കീസ് സെന്ററിൽ താമസിപ്പിച്ചിരുന്നു. 7ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന തനിക്കെതിരെ വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കട്ടപ്പനയിലുള്ള മൗണ്ട് താബോർ അരമനയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുണ്ടകളെ അയച്ചുവെന്നും തന്റെ ചെമ്മാച്ചന്മാർക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സഭയ്ക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സഭാ ഭരണഘടന അനുസരിച്ചല്ല സഭയുടെ ഭരണം നടക്കുന്നത്. വർഷങ്ങളായി, അതായത് 2002-ൽ രൂപീകരിച്ച ഭരണഘടന അനുസരിച്ചല്ല സഭയുടെ ഭരണം നടക്കുന്നത്. അതുപോലെ തന്നെ കോടികളുടെ അഴിമതിയാണ് സഭയിൽ നടക്കുന്നതും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ വരുമാനം സഭാസമിതിയിലെ ചിലർ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവയ്ക്ക് കണക്കോ വാർഷിക ബജറ്റോ 12 വർഷമായി തയ്യാറാക്കിയിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. കോടികളുടെ അഴിമതി ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. തനിക്കെതിരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആരോപിക്കുന്നത് യാക്കോബായ സഭാ നേതൃത്വം ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെടെ ലൈംഗികാരോപണവും സാമ്പത്തിക ക്രമക്കേടും ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ പുറത്താക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സഭാ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും നാളെ ചേരുന്ന സഭാ എപ്പിസ്കോപ്പൽ സിനഹദോസും വർക്കിംഗ് കമ്മിറ്റിയും ഇതിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുമാണ്. ഇടുക്കി സഭ മുൻ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് സഭയ്ക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. സഭ തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത്.